ഇവിടെയെല്ലാം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, ഡീറ്റെയിൽഡ് നോട്ട് മേക്ക് ചെയ്യുക. ആ സബ്ജക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് എപ്പോഴും മേക്ക് ചെയ്യണം, കാരണം ഏതൊരു എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. ഹായ്, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം. കാരണം എന്തെന്നാൽ ഒരുപാട് വേക്കൻസികൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് 2023 അവസാനത്തോടെ അല്ലെങ്കിൽ 2024 ആദ്യ മാസത്തോടെ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ഓൾറെഡി ഡിസംബറിൽ ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് 100% ഷുവറുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അല്ലാതെ ആ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാതെ എന്തായാലും 2024 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് എന്തായാലും RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതേണ്ടിയിരിക്കുന്നു. സോ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നു. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഇത് കറക്റ്റ് ടൈമാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എസ്പെഷ്യലി മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് ആ ഒരു എക്സാമിൻ്റെ ഭാഗമായി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട CBT 1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസോടെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, CBT 2 പോകുമ്പോൾ നമ്മുടെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കഴിഞ്ഞ RRB JEE നമുക്കറിയാം 2015-19 വർഷങ്ങളിൽ RRB JEE എക്സാം നടന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ CBT 1 വന്ന കട്ട് ഓഫ് മാർക്കൊക്കെ എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ട് നമുക്ക് 2024 നടക്കാൻ പോകുന്ന RRB JEE എക്സാമിൻ്റെ മോസ്റ്റ് സേഫ് മാർക്ക് ഏത് റീജിയനിലെ ഒരു മാർക്ക് നമ്മൾ CBT 1 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് സോണിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. സോ നമ്മൾ RRB JEE എക്സാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ മെയിനായിട്ട് 4 സ്റ്റേജാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് RRB JEE CBT 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 1 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. 100 മാർക്സ്. അത് കംപ്ലീറ്റ്ലി എന്താണ്, നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ്. നോൺ ടെക്നിക്കൽ പോർഷൻസ് ആണ് CBT 1 അല്ലേ. അതായത് നമുക്കറിയാം നോർമലി ടെക്നിക്കൽ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ നോൺ ടെക്നിക്കൽ ഏരിയ, അതായത് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ നോളജ് പോലെയുള്ള ഏരിയാസിൽ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, വീക്കർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നോൺ ടെക്നിക്കൽ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB JEEയുടെ CBT 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. മാത്രവുമല്ല ഈ എക്സാം ഈ CBT 1 മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് CBT 2 എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. കാരണം CBT 1 മിനിമം കട്ട് ഓഫ് നമ്മൾ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അവിടെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് നമ്മൾ ശ്രദ്ധിക്കുക 100 മാർക്കാണുള്ളത്, അതായത് 1.5 മണിക്കൂർ അല്ലേ, 90 മിനിറ്റ്സ് 100 മാർക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിലോട്ടൊന്നും പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും അവിടെ CBT 1 നോർമലി ഉണ്ടാവുക. പക്ഷേ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു സ്പീഡും ആക്യുറസിയും നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വിതിൻ 90 മിനിറ്റ്സിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഹൈലി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രാക്ടീസ് അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, പക്ഷേ നീഡ് മോർ പ്രാക്ടീസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ 100 ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും എന്താണ്, there will be 100 questions each conveying 1 mark for each question. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് വരുന്നത് എന്താണ്, 1/3 ആണ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ CBT 1. അപ്പോൾ ഈ CBT 1 മിനിമം മാർക്ക്, അതായത് കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് CBT 2 എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ മേ ബി കട്ട് ഓഫ് ഒരു 68 മാർക്കാണ് CBT 1 കട്ട് ഓഫ് എങ്കിൽ നമ്മൾ ആ 68 ഇപ്പോൾ 69 മാർക്കുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, 92 മാർക്കുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, ഇനി 98 മാർക്കുള്ള ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഈക്വൽ വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഈ കട്ട് ഓഫ് മാത്രം ക്ലിയർ ചെയ്താൽ മതി. CBT 1 മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി ബേസ്ഡ് ഓൺ CBT 2 മാർക്സ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ CBT1 കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള. ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മാക്സിമം മാർക്ക് അവിടെ സ്കോർ ചെയ്യുക എന്നതിന് അതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ RRBJയുടെ CBT2ലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 150 മാർക്സ് ആണ് അവിടെ ഉള്ളത്. കണ്ടോ, RRBJ CBT1 100 മാർക്സ് ആയിരുന്നു. RRBJ CBT2 150 മാർക്സ് ആണുള്ളത്. ഈ 150 മാർക്സ് നമുക്ക് ആ ഒരു 150 ചോദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 മണിക്കൂറാണുള്ളത്, 120 മിനിറ്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയും നമുക്ക് എന്താ ഈ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് തന്നെയാണ്. ദെൻ നെഗറ്റീവ് എത്രയാണ്? 1/3 നെഗറ്റീവ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നമ്മുടെ മുന്നിൽ 2 മണിക്കൂറുണ്ട്, 150 ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ ലെസ് ദാൻ 1 മിനിറ്റ് ആണുള്ളത്. അവിടെയും നമുക്ക് ഒരിക്കലും ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. വളരെ ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ CBT2 നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ഓരോ എന്താണ് ഉള്ളതെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്കിൽ തന്നെയും CBT2 നമുക്ക് ടെക്നിക്കൽ പാർട്ടും വരുന്നുണ്ട്, നോൺ ടെക്നിക്കൽ പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ ടെക്നിക്കൽ PSC എക്സാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ലെവലിനേക്കാൾ ഒരുപാട് താഴ്ന്നു തന്നെയാണ് RRBJയുടെ ക്വസ്റ്റ്യൻസ് നിൽക്കുന്നത്. ഒരുപാട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകളൊന്നും നമുക്ക് RRBJയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ് നടന്ന 2015-19 ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് RRBJ ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ കണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു എക്സാം ടാക്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ RRBJയുടെ പാറ്റേൺ. അപ്പോൾ 2 സ്റ്റേജ് ആണുള്ളത്, CBT1 CBT2. CBT1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. അവിടെ നമ്മൾ ആ മിനിമം കട്ട് ഓഫ് മാർക്ക് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. CBT2 നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. CBT2 മാർക്ക് ബേസ് ചെയ്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ CBT2 നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ളൊരു ഡൗട്ടാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അപ്പോൾ ഇപ്പോൾ നമ്മൾ CBT1 മാത്രം പ്രിപ്പയർ ചെയ്യാം, കാരണം CBT1 ക്ലിയർ ചെയ്താലല്ലേ CBT2 എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു ചോദ്യം അല്ലേ. പക്ഷേ ഈ ഒരു എക്സാം ടാക്കിൾ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ഉദ്യോഗാർത്ഥികളുടെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഈ ഒരു എക്സാംസിൽ മാത്സ് എക്സാം ക്ലിയർ ചെയ്ത് സർവീസിൽ കയറിയ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, യാതൊരു കാരണവശാലും നിങ്ങൾ CBT1 കഴിഞ്ഞിട്ട് CBT2 പ്രിപ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടില്ല. കാരണം CBT1 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 4 to 5 മന്ത്സിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം, CBT1 എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, CBT1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിതിൻ 2 മന്ത്സ്, ഒരു മാക്സിമം 1.5 മന്തിനുള്ളിൽ CBT2 എക്സാം വരും. അവിടെ ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഒരിക്കലും CBT1 CBT2 ഇടയിൽ വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ RRBJ എന്ന് പറയുന്ന ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പാരലി CBT1 CBT2 പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുക. യാതൊരു കാരണവശാലും നിങ്ങൾ CBT1 മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് CBT1 എക്സാം കഴിഞ്ഞിട്ട് CBT2 പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 1.5 മന്ത് കൊണ്ട് യാതൊരു കാരണവശാലും ടെക്നിക്കൽ റിലേറ്റഡ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കാരണം RRBJയുടെ മാർക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്യുന്നത് CBT2 മാർക്സ് ആണ്. അതുകൊണ്ട് തന്നെ CBT2 നിങ്ങൾ ഇപ്പോൾ തന്നെ പാരലി എന്ത് ചെയ്യണം? പഠിച്ചു പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കാരണം അവിടെ നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സുകളുണ്ട്. അത് സബ്ജക്ട്സുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ നോട്ട്സുകൾ മേക്ക് ചെയ്യണം, ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പാരലി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരലി CBT1 CBT2 പഠിച്ച് തന്നെ തുടങ്ങുക. CBT1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ CBT2 ടോപ്പിക്കുകൾ മനസ്സിലാക്കുക, അതും പാരലൽ എന്ത് ചെയ്യുക? പഠിച്ചു പോകും. എങ്കിലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ CBT2 മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. കാരണം ഈ RRBJ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിലുള്ള ഒരു വലിയ അവസരം തന്നെയാണ്. കാരണം അത്രയും ലാർജ് നമ്പർ ഓഫ് വേക്കൻസി വരാൻ പോകുന്ന ഒരു എക്സാം ഇനി നമുക്ക് റീസെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയില്ല. എസ്പെഷ്യലി മെക്കാനിക്കൽ സ്ട്രീമുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വേക്കൻസികൾ വരുന്ന ഒരു എക്സാം നമുക്ക് ഇനി ഉടനെ വരാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ RRBJ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ്. പിന്നെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, 3rd സ്റ്റേജ് എന്നുള്ള ഇതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം എന്താ? മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ശേഷം നമ്മൾ RRBJ CBT1 പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 100 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്, 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അവിടെ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നതിനെ പറ്റി നമ്മൾ നോക്കണ്ട, നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക, CBT2 നമ്മൾ എലിജിബിൾ ആകുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. മാത്സിൽ നിന്ന് 30 ചോദ്യങ്ങളുണ്ട്.
ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 25 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ്സിൽ നിന്ന് 15 ചോദ്യങ്ങൾ, ജനറൽ സയൻസിൽ നിന്ന് 30 ചോദ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് 30 മാർക്കാണുള്ളത്. അതേപോലെ മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 30 ചോദ്യങ്ങൾ, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് 25 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ് നമ്മുടെ GK പോർഷൻസ്, അവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, അവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ CBT വേണ്ടി പറയുന്നുണ്ട്, അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകുക. അവിടെ നിന്ന് ഒരു 15 ചോദ്യം. അപ്പോൾ ഇത്രയും കണ്ടന്റിൽ നിന്നാണ് നമുക്ക് 100 ചോദ്യമുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് 90 മിനിറ്റ്സ് ആണ്. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ CBT 1ൻ്റെ എന്ത് പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ ഇത് നിങ്ങൾ പാരലൽ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങി കാണും, പാരലൽ നോൺ ടെക്നിക്കൽ പോർഷൻസ് പഠിച്ചു പോകുന്നുണ്ടായി. പക്ഷേ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CBT 2 പഠിച്ച് തന്നെ പോകുക. അല്ലാതെ നിങ്ങൾ CBT 1, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBT 1 കഴിഞ്ഞ് നിങ്ങൾ എക്സാം ക്ലിയർ ആകുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ CBT 2 പോരുത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് CBT 2 കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു ടൈം കിട്ടില്ല. അല്ലെങ്കിൽ ടൈം കിട്ടില്ല എന്നല്ല, ചിലപ്പോൾ റിവിഷൻ നടത്താനുള്ള സമയം കിട്ടില്ല, ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ കാണാനുള്ള സമയം കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരലലി CBT 2ൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതർവൈസ് നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് CBT 2 നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കേ, CBT 2 ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാണ്, 150 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലേ. 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 2 മണിക്കൂർ 120 മിനിറ്റ്. ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് പോലും ഇല്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ ചോദിക്കുള്ളൂ. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് സമയത്ത് 100 ചോദ്യങ്ങൾ കണ്ടോ നമ്മുടെ ടെക്നിക്കൽ സബ്ജക്ട്സിൽ, നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റിൽ നിന്നാണ് 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻസ്, 150ൽ 100 ചോദ്യങ്ങൾ വരാൻ പോകുന്നത് നമ്മുടെ മെക്കാനിക്കലിൻ്റെ കോർ സബ്ജക്റ്റ്. ബാക്കി 50 ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് 15 ചോദ്യങ്ങളുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ CBT 1ൻ്റെ നോൺ ടെക്നിക്കൽ പോർഷൻസിൽ പഠിക്കുന്നത് തന്നെയാണ്. CBT 1ൻ്റെ നോൺ ടെക്നിക്കൽ പോർഷൻസിൽ നമുക്ക് ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 30 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെ 15 മാർക്കിന് വരുന്നത്. ഏതിനാണ്, CBT 2. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബേസിക്സും എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ, ഇത് രണ്ടും അഡീഷണൽ ആയിട്ട് ഒരു 10 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 20 മാർക്ക് നമുക്ക് CBT 2 വേണ്ടി അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പോർഷനാണ്. ഈ ജനറൽ അവയർനെസ്സും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഈ 30 മാർക്സ് നമ്മൾ ഓൾറെഡി നോൺ ടെക്നിക്കലിന് കുറേ കണ്ടന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ പഠിക്കുന്ന കണ്ടന്റ് കുറച്ച് നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആണ്. CBT 2 വേണ്ടി നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബേസിക്സും എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോളൊക്കെ നമുക്ക് ഓക്കെ, അത് നിങ്ങൾക്ക് CBT 1 എക്സാമിന് ശേഷം പഠിക്കാം, അത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ 100 മാർക്ക് കണ്ടോ നമ്മുടെ ടെക്നിക്കൽ കോർ സബ്ജക്റ്റ്, ഇത് നിങ്ങൾ ഉറപ്പായിട്ടും CBT 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. അല്ല, നിങ്ങൾ CBT 1 ക്ലിയർ ചെയ്തിട്ട് ആ ഒരു 1.5 മന്ത് ഗ്യാപ്പിൽ നിങ്ങൾ ഈ ടെക്നിക്കൽ സബ്ജക്ട്സ് പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് ആ ഒരു സബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ചാൻസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്ജക്ട്സ് പഠിച്ചു തീർക്കാൻ മാത്രമുള്ള ടൈം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. റിവിഷൻസോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ഒന്നും ആ ഒരു ലിമിറ്റഡ് ടൈം, ഒരു 1.5 മന്ത് കൊണ്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരലൽ എന്ത് ചെയ്യുക, ഈ ടെക്നിക്കൽ സബ്ജക്ട്സുകൾ CBT 1നോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടെക്നിക്കൽ അത്ര സ്ട്രോങ് അല്ലെന്നെങ്കിൽ സബ്ജക്ട് വൈസ് നോട്ട് പ്രിപ്പയർ ചെയ്ത് ആ സബ്ജക്ട് വൈസ് കണ്ടന്റുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, CBT 1നോടൊപ്പം പഠിക്കാൻ പോകുക. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ റിവിഷൻസും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CBT 1 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് തിയറി കണ്ടന്റുകൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നോട്ട് പ്രിപ്പറേഷൻ എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാക്സിമം സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വന്ന ആദ്യ ചാൻസിൽ തന്നെ നമുക്ക് സർവീസിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോകുക. ഓക്കെ, ഇനി നമ്മൾ മെക്കാനിക്കലിൻ്റെ സബ്ജക്ട്സ്, നമ്മളെ ടെക്നിക്കൽ സബ്ജക്ട്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, CBT 1നോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞ ടെക്നിക്കൽ സബ്ജക്ട്സ്, അത് ഓൾറെഡി ടെക്നിക്കൽ ഏരിയയിൽ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ നോർമലി കേരള PSC എക്സാമിന് നമ്മുടെ മെക്കാനിക്കൽ കോർ സബ്ജക്റ്റിൽ പഠിക്കുന്ന അത്രയും വാസ്റ്റ് ആയിട്ടൊന്നും RRBJയുടെ സിലബസിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ 2015 നടന്നതാണെങ്കിലും 19 നടന്ന RRBJയുടെ സിലബസ് ബേസ് ചെയ്തൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കണ്ടൻസുകൾ മാത്രമാണ് RRBJയുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേണിൽ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് നിങ്ങളൊന്ന് പഠിക്കുക. ആദ്യം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ സയൻസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെഷീനിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ്, മെട്രോളജി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ നമ്മുടെ മാനുഫാക്ചറിങ് ടെക്നോളജി സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് ഡീൽ ചെയ്താണ് മെഷീനിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്, മെട്രോളജി. ഇത്രയും കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഈ ഒരു കണ്ടന്റ് RRBJക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ കണ്ടന്റുകളുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ പാരലി പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ മെക്കാനിക്സ്
ഓഫ് സോളിഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മുടെ എല്ലാ ഡിപ്ലോമ ലെവൽ എക്സാമിനും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അത് പഠിച്ചിരിക്കണം. പിന്നെ മെറ്റീരിയൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളൊക്കെ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് കയറി വരുന്ന സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി. അത് നമ്മുടെ കേരള PSC എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഇനി അടുത്ത കൊല്ലം വരാൻ പോകുന്ന SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, നമ്മുടെ RRB JEE എക്സാം ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, ഡീറ്റെയിൽഡ് നോട്ട് മേക്ക് ചെയ്യുക. ആ സബ്ജക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് എപ്പോഴും മേക്ക് ചെയ്യണം, കാരണം ഏതൊരു എക്സാമിന് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് പോർഷൻസ് കുറച്ച് പറയുന്നുണ്ട്, അത് പഠിക്കണം. ദെൻ തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് RRB JEE എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് തെർമോഡൈനാമിക് സബ്ജക്റ്റ് നോക്കണം. അതേപോലെ തന്നെ IC എഞ്ചിൻ ടോപ്പിക്ക് നോക്കണം. അതേപോലെ തന്നെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ടോപ്പിക്ക് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ബേസിക് മോഡ്സുകൾ, നമ്മളെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിൻ്റെ ഗവേണിംഗ് ലോ ബേസ് ചെയ്തുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം ഹീറ്റ് ട്രാൻസ്ഫറിൽ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് തെർമൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CBT 2 ടെക്നിക്കൽ പോർഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പാരലി ഇപ്പോൾ CBT 1 പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട സബ്ജക്ട്സിൽ, ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വെയിറ്റേജ് നിങ്ങൾ FM ആൻഡ് HM കൊടുക്കുക. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. CBT 1 എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം അതിൻ്റെ നോട്ട്സുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തത് തെർമൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ CBT 1 തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. മൂന്നാമത് മാനുഫാക്ചറിങ് ടെക്നോളജി, അതായത് നമ്മുടെ മെഷീനിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ്, മെട്രോളജി, ഇതിനെ റിലേറ്റ് ചെയ്തുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ 3 സബ്ജക്ട്സുകൾക്ക് ആദ്യ പ്രയോറിറ്റി നിങ്ങൾ കൊടുത്ത് നോട്ട് മേക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ബാക്കിയുള്ള സബ്ജക്ട്സ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പാരലി ടൈം കിട്ടുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് CBT 1 എക്സാമിന് മുന്നേ തന്നെ ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് നോട്ട്സുകൾ മേക്ക് ചെയ്യാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. അന്നേരം CBT 1 എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് റിവിഷൻസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ എല്ലാവർക്കാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഡൗട്ടാണ് CBT 2 എപ്പോൾ പഠിച്ച് തുടങ്ങണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി വീണ്ടും പറയുന്നത്, CBT 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ CBT 2 പഠിച്ചിരിക്കണം. എസ്പെഷ്യലി ടെക്നിക്കൽ സബ്ജക്ട്സ് കംപ്ലീറ്റ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് CBT 1 പാരലി പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ അല്ലേ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി ഉള്ള ഒരു ഡൗട്ടാണ്, കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള ഡൗട്ടാണ്, ഈ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള RRB JEE എക്സാംസ്, ചിലത് ഓട്ടോമൊബൈൽ എടുത്തവർ കാണും, ബിടെക് പ്രൊഡക്ഷൻ എടുത്തവർ കാണും, അപ്പോൾ അവർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടുള്ളതാണ്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് വന്ന RRB JEE നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഇത് അപ്ലൈ ചെയ്യാൻ, ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അവർ എടുത്ത് പറയുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ആവാം, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിങ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ദ എബോവ് ഡിസിപ്ലിൻസ്. അപ്പോൾ ഇത്രയും സ്ട്രീമുകാർക്ക് ഏത് എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, RRB JEE മെക്കാനിക്കൽ എഴുതാൻ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇനിയിപ്പം ഓട്ടോമൊബൈൽ ബിടെക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ കംപ്ലീറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ ആണ്, നമുക്ക് RRB JEE മെക്കാനിക്കൽ എഴുതാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വേണ്ട. ആസ് പെർ പ്രീവിയസ് എക്സാം നോട്ടിഫിക്കേഷൻ ഇത്രയും സ്ട്രീമുകാർക്ക് ഏത് എഴുതാൻ പറ്റും? RRB JEE മെക്കാനിക്കൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിലും ഇതേപോലെ തന്നെ ആ ഒരു എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ആർക്കും ഡൗട്ട് വേണ്ട. നിങ്ങൾ ഈ ഒരു സ്ട്രീം കംപ്ലീറ്റഡ് ആണ്, ഈ ഒരു സ്ട്രീമിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB JEE എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി RRB JEE ആ ഒരു പാറ്റേൺ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയേണ്ടത്, നമ്മൾ പറഞ്ഞു RRB JEE CBT 1 ഒരു മിനിമം കട്ട് ഓഫ് പറയും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CBT 2 എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സേഫ് സോൺ മാർക്ക്, CBT 1 ഞാൻ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ എനിക്ക് CBT 2 എലിജിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാൻ നോക്കുമ്പോൾ
നമുക്ക് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നടന്ന 2015 ഞാൻ പറഞ്ഞു RRBJ എക്സാം നടന്നു, 2019 RRBJ എക്സാം നടന്നു. അപ്പോൾ നമുക്കറിയാം RRBJ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല സോണുകളിലായിട്ടാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോണെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം വേക്കൻസി ഉള്ള സോൺ നോക്കിയിട്ട് എന്ത് ചെയ്യും, മാക്സിമം ആൾക്കാർ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസിൻ്റെ കൗണ്ട് എത്രയാണ്, വേക്കൻസി എത്രയാണ്, അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടുത്തെ എന്ത് വരുന്നത്, കട്ട് ഓഫ് വരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു യൂസ്നെസ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 RRBJ, 2015 RRBJ അല്ലെങ്കിൽ 2019 ഓരോ കാറ്റഗറിയിലും ആ ഓരോ സോണിലെയും CBT 1 കട്ട് ഓഫ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. CBT 1 കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അഹമ്മദാബാദ് സോൺ എടുത്തു കഴിഞ്ഞാൽ 2015 64 അവിടെ ജനറലിൻ്റെ കട്ട് ഓഫ്, 2019 65. അതായത് നമ്മൾ പറഞ്ഞില്ലേ 100 മാർക്ക്, CBT 1 100 മാർക്സ് ആണ്. ഈ 100 മാർക്സിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, CBT 2 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കട്ട് ഓഫ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ OBC ആകുമ്പോഴത്തേക്കും 15 59 ആയിരുന്നു, OBC 2019 60 SC ആണെങ്കിൽ 15 47 മാർക്കായിരുന്നു, 48. ST ആണെങ്കിൽ ഈ ഒരു റേഞ്ച് കണ്ടോ. അപ്പോൾ അതേപോലെ ഞാൻ പല സോണുകൾ, അജ്മീർ, അലഹബാദ്, ബാംഗ്ലൂർ സോൺ, ബാംഗ്ലൂരൊക്കെ ഒരുപാട് ആൾക്കാർ വേക്കൻസി വരുന്ന, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സോണാണ്. അപ്പോൾ അവിടെ കണ്ടോ 2015 51 ആയിരുന്നു, 2019 53 ജനറലിൻ്റെ കട്ട് ഓഫ്. അതേപോലെ OBC കാറ്റഗറി SCയുടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലസ്പൂർ നിങ്ങൾ നോക്കുക. അതേപോലെ ചെന്നൈയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു സോണാണ്. ചെന്നൈ വേക്കൻസി വരുന്നതാണ്. അപ്പോൾ അവിടെ ജനറലിൻ്റെ കട്ട് ഓഫ് 2019 61 ആയിരുന്നു. 100 61 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നിങ്ങൾ CBT 2 എലിജിബിൾ ആയിരുന്നു. അതേപോലെ 2015 59. അപ്പോൾ ഏകദേശം ഒരേ റേഞ്ചിലാണ് നമുക്ക് ആ ഓരോ സോണിലും എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇപ്പോൾ 2015 2019 നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ, 2015 19 നോക്കുവാണെങ്കിൽ ആ ടൈമിലുള്ള കോമ്പറ്റീഷൻ അല്ല 2024 RRBJ എക്സാം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ 2015 19 കട്ട് ഓഫ് വെച്ചിട്ട് ആ കട്ട് ഓഫിനനുസരിച്ചൊരു മാർക്ക്, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് റേഞ്ചിൽ ഞാൻ സ്കോർ ചെയ്താൽ ഞാൻ സേഫ് ആണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അന്ന് കോമ്പറ്റീഷൻ കുറവാണ്. കോമ്പറ്റീഷൻ അല്ല, ഈ പഠിച്ചിട്ട് സിലബസിനെ ബേസ് ചെയ്ത് മാക്സിമം കണ്ടന്റ് പഠിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. പക്ഷേ 2024 വരാൻ പോകുന്ന RRBJ എക്സാമിന് ഈ ഒരു കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ഗിയർ അപ്പ് ചെയ്യണം. നമ്മൾ മാക്സിമം മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇനി 2024 എഴുതാൻ പോകുന്ന RRBJ CBT 1 സേഫ് സോൺ, അതായത് നമ്മൾ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണ് എന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കണ്ടു കഴിഞ്ഞ 2 വർഷം ഒരു 60 റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു 75, ഒരു 75 നമ്മൾ എന്ത് ചെയ്യണം, മിനിമം സ്കോർ ചെയ്യണം. അപ്പോൾ ഒരു 75 CBT 1 മാർക്ക് മിനിമം ഒരു 75 നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, അറ്റൻഡ് ചെയ്യാൻ 75 മാർക്കെങ്കിലും നമ്മളൊന്ന് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ആ ഒരു മാർക്ക് റേഞ്ചിൽ, കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്ട് ചിലപ്പോൾ കട്ട് ഓഫ് എന്തായാലും കൂടി വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ കട്ട് ഓഫ് നോക്കുമ്പോൾ നമുക്ക് 60 to 70 റേഞ്ചിലാണ് മോസ്റ്റ്ലി എല്ലാ സോണിലും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഒരുവിധം വേക്കൻസി ഉള്ള സോണിലെല്ലാം 60 to 70 അല്ലെങ്കിൽ 60 to 65 റേഞ്ചിലൊക്കെ നിൽക്കുന്നു. എങ്കിൽ കണ്ട് നമ്മൾ ആ ഒരു റേഞ്ച് തന്നെ എക്സ്പെക്ട് ചെയ്ത് അടുത്ത വർഷം നിൽക്കരുത്. 2024 നമ്മൾ എഴുതാൻ പോകുന്ന RRBJക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 75 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. ആ ഒരു സ്കോർ മാക്സിമം CBT 1 സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു വേരിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മിനിമം 75 എങ്കിലും സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിക്കുക. പാരലി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ CBT 2 ടെക്നിക്കൽ സബ്ജക്ട്സും പാരലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരാൻ പോകുന്ന ഒരു ഒരുപാട് വേക്കൻസികൾ കാത്തിരിക്കുന്ന ഒരു എക്സാം എന്നുള്ള രീതിയിൽ RRBJയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം. ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ മാക്സിമം ഈ കിട്ടുന്ന സമയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. CBT 1 നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതുകൂടാതെ തന്നെ CBT 1 തന്നെ നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സ് പാരലി പഠിക്കണം. എങ്കിലേ ഞാൻ പറയുന്ന പോലെ CBT 2 നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കണ്ടൻസുകൾ പഠിക്കാൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും കാത്തിരിക്കാതെ പാരലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ RRBJ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസുകളുമായി നമുക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.